നമസ്കാരം കൂട്ടുകാരെ, പവൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രത്യേകതയുള്ള മെറ്റീരിയലാണ്. അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഞാനത് ഇവിടെ പുറകിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു 4 ഡിസൈൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് വരുന്ന വളരെ ചെറുതാണ്. ഇപ്പൊ നോക്കിക്കോ, ഇതിന്റെ നീളം വരുന്ന 1200 mm ആണ്, വീതി വരുന്ന 195 mm ആണ്. ഇത് ഫുള്ള് പെർഫെക്റ്റ് കട്ടിങ് ആണ്. ഇതിന്റെ സൈഡെല്ലാം വരുന്നത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, പെർഫെക്റ്റ് കട്ടിങ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും സ്ക്രാച്ച് വീഴത്തില്ല. നോക്കിക്കോട്ടെ കൂട്ടുകാരെ, ഇത് ആക്സോ ബ്ലേഡ് ആണ്. ഇത് വെച്ച് ഉരച്ചിട്ടും ഇതില് ഒട്ടും സ്ക്രാച്ച് വീണിട്ടില്ല. നിങ്ങൾക്ക് കാണാതിരിക്കും, നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ടൈലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഉരച്ച് കാണിച്ചത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിപ്പോ നമ്മളിവിടെ മെയിൻ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു 4 ഡിസൈൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 4 ഡിസൈനും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടാം, അതായത് ക്ലബ് ചെയ്തിടാം. നമുക്ക് ഫ്ലോർ വിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ 2-3 ഡിസൈനുകളൊക്കെ കലർത്തി ഇടാം. നമ്മൾ അതും ഇന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്, എങ്ങനെയാ അത് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളിവിടെ ആദ്യം മിക്സ് ചെയ്യാൻ എടുത്തു വെച്ചേക്കുന്നത് നാടൻ തേക്കിന്റെ കളറും ഈട്ടിയുടെ കളറുമാണ്. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ആദ്യം ക്ലബ് ചെയ്യാൻ പോകുന്നത്, മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ട് നമുക്ക് വെട്ടത്തിന് കുറവ് വരത്തില്ല എവിടെ വിരിച്ചാലും. അതുപോലെ തന്നെ ഇത് ഫ്ലോറ് എവിടെ വേണേലും വിരിക്കാം. ഹാള്, ലിവിങ്, പിന്നെ ബെഡ്റൂം, പിന്നെ അതുപോലെ തന്നെ കിച്ചണ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് വോൾ ആൻഡ് ഫ്ലോർ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ഭിത്തിയിലാണെങ്കിലും തറയിലാണെങ്കിലും ഒരുപോലെ തന്നെ കൊടുക്കാം. പിന്നെ വിരിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസർ വെച്ച് വിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഈ എപ്പോക്സി ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും. ഒരു ക്ലാസിക്കൽ ടച്ച് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു മോഡേൺ ഔട്ട്ലുക്ക് നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത് വെട്ടം കുറഞ്ഞു പോകത്തില്ല. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ മിക്സ് ചെയ്തിടുമ്പോൾ നമുക്ക് ഇച്ചിരി വെട്ടം കുറഞ്ഞുള്ള സ്പേസ് ആണെങ്കിലും നമുക്ക് വെട്ടം കുറയാണ്ട് തന്നെ നമുക്ക് വിരിച്ചു കഴിയുമ്പോൾ എഫക്റ്റ് കിട്ടും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത വിരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗണിയുടെ കളറും സോഫ്റ്റ് വുഡും ആണ്. ഇത് ക്ലബ് ചെയ്ത് ഫ്ലോറിൽ ലേ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനും ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. സ്ക്രാച്ച് വീഴത്തില്ല, ആന്റി സ്കിഡ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ പറഞ്ഞ പോലെ ഇത് വെർട്ടിഫൈഡ് ആണ്, ഒരിക്കലും വെള്ളം പിടിക്കത്തില്ല. 0.01% ആണ് ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ്. അപ്പോൾ നമുക്ക് അത്രയും ക്വാളിറ്റി ഉണ്ട്. നമുക്ക് സാധാരണ വുഡൻ ഫ്ലോറിംഗ് ചെയ്യുന്നതിനേക്കാളും ഒരു പടി മുകളിലാണ് ഇതിന്റെ ഒരു ലെവൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള ന്യൂ ഐഡിയാസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നന്ദി.